കൂടി ഒരു ഭ്രാന്തിയാക്കി മാറ്റുക. എന്റെ മോളിനി നാവനയ്ക്കാൻ മാത്രമേ ഏട്ടത്തിക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവുള്ളൂ. അതുവരെ ഞാനിവിടെ അധികം പറ്റ. ഏട്ടത്തിക്ക് സ്വന്തമായിട്ട് വേറെ ആരുമില്ല, പോകാനായിട്ടൊരു ഇടവും ഇല്ല. ആഹാ, മോളിവിടെ വന്ന് സങ്കടം പറഞ്ഞ് നിൽക്കുവാണ്. നിത്യമോൾക്കും അച്ഛനും സുധിയേട്ടന്റെ ആത്മാവിനും പിന്നെ ദൈവത്തിനും വേറെ ആർക്കും മനസ്സിലാവാനാ? നീ കേട്ടില്ലേ മോളെ നിന്റെ ഏട്ടത്തിയുടെ സങ്കടം? നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ കൈകോർത്ത് പിടിച്ച് നടക്കുന്ന കണ്ടിട്ട് മരിക്കണമെന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമേ അച്ഛനുള്ളൂ. ആൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛ. നമ്മുടെ മോളെ എഴുന്നേറ്റ് നടക്കും, പറയാനുള്ളത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അന്ന് നമ്മൾ ജയിക്കും. ജയിക്കാതെ പിന്നെ? ജയിക്കാൻ തീരുമാനിച്ചവരെ തോൽപ്പിക്കാനാവത്തില്ലെന്ന് കേട്ടിട്ടില്ലേ? കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കയ്യൊപ്പിട്ട് വേണം പകരം വീട്ടാൻ. മോള് ജോലിക്ക് ശ്രമിക്കുന്നതിനോടൊപ്പം പഠിക്കാനൂടെ ശ്രമിക്കണം. ചെറിയ പ്രായമല്ലേ ഉള്ളൂ മോക്ക്. ആരും അസൂയപ്പെടുന്ന ഒരു നല്ല പൊസിഷനിലെത്തണം. ബാക്കിയൊക്കെ മോടെ തീരുമാനം. കല്യാണക്കാര്യമാണ് കേട്ടോ അച്ഛൻ ഉദ്ദേശിച്ചത്.